ഈ ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയപ്പോൾ ഒരു പ്രധാന ടീച്ചറെ പാർട്ടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനൊരു നടപടികളൊക്കെ ആയിരുന്നു. അതിനുള്ളൊരു മറുപടി ആവും വൈദ്യുതി. അതെല്ലാം പാർട്ടി ശത്രുക്കൾ പറഞ്ഞ് പരത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിനനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി അംഗീകരിച്ച പൊതുനയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് ഇപ്പോൾ ഞാനൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറി നിന്നത് ഞാൻ 3 ടേമായി. ആ 3 ടേമായി ഞാൻ തന്നെ പിന്നെയും മത്സരിക്കണമെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളൂ? ഞാനതിൽ നിന്നും 2 ടേം എന്നുള്ള പാർട്ടിയുടെ നിലപാട് അംഗീകരിച്ചു. അതുപോലെ ഒരുപാട് ആളുകൾ ആ സമയത്ത് മാറി. ഇപ്പോഴും അങ്ങനെ ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ചില മണ്ഡലങ്ങളിൽ നമ്മൾ ജയിച്ചു വരാൻ, ഇപ്പോൾ നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ള ചില മണ്ഡലങ്ങളിൽ ജയിച്ചു വരാൻ നമുക്ക് ചില സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതായി വരും. അവർക്ക് പരിഗണന കൊടുക്കേണ്ടി വരും. അങ്ങനെ പരിഗണന കൊടുത്ത് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി പാർട്ടി ആലോചിച്ചു. കാരണം പിന്നെ ടീച്ചറുടെ ജന്മനാടാണത് പേരാവൂർ. അതുകൊണ്ട് തന്നെ അവർ പഠിച്ചു വളർന്നിട്ടുള്ള നാടാണ്. അതുകൊണ്ട് തന്നെ നല്ല ബന്ധങ്ങളുള്ള നാടാണ്. അതുകൊണ്ട് ഇന്നത്തെ നിലയിൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ടീച്ചറെ അവിടെ നിശ്ചയിച്ചത്. അതിനെ ഈ ഭയമുള്ളവരാണ് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. UDFകാർക്ക് വല്ലാത്ത ഭയം വന്നു. അവരിത് വ്യാഖ്യാനം നടത്തി, അത്ര തന്നെ.